മഴ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം തെളിഞ്ഞ ആകാശമാണ്, വെയിൽ വന്നു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇതായിരുന്നില്ല കാഴ്ച. എന്തായാലും ഇപ്പോൾ ആ ഒരു സ്ഥിതി മാറിയിട്ടുണ്ട്. എന്തായാലും യെല്ലോ അലർട്ട്, ഇപ്പോൾ നിലവിലെ അലർട്ടുകൾ മുന്നറിയിപ്പൊന്നുമില്ല. യെല്ലോ അലർട്ട് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് യെല്ലോ അലർട്ടുള്ളത്. അത് നാളെ മുതൽ അങ്ങനെ എല്ലായിടത്തും ഗ്രീൻ അലർട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളില്ല. അതായത് മഴ മാറുന്നു എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ മലയോര പ്രദേശങ്ങളിലും മഴയില്ല. രാവിലെ ആറ്റിങ്ങൽ ഭാഗത്ത് മാത്രമാണ് ചെറുതായെങ്കിലും ഒന്ന് മഴ പെയ്തത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് KCBക്ക് തന്നെയാണ് വലിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. ഇനി മുൻകരുതൽ, ഇനി വരാൻ പോകുന്ന മഴയ്ക്ക് മുൻകരുതലും എടുക്കേണ്ടതായുണ്ട്. വെങ്ങാനൂരിൽ ഇന്നലെ രാവിലെയാണ് മഴക്കെടുതിയിൽ വീടിന് നാശം സംഭവിച്ചത് വെങ്ങാനൂരിൽ. ഒപ്പം ഈ ഫ്ലെക്സുകൾ, വലിയ ഫ്ലെക്സ് ബോർഡുകളും പരസ്യ ബോർഡുകളും വെക്കുന്ന കമ്പികൾ അത് വളഞ്ഞ റോഡിലേക്ക് വീഴാനുള്ള ഒരു സ്ഥിതിയിലും കഴക്കൂട്ടത്തുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പറയുന്ന രണ്ട് സാഹചര്യം, മഴയായിക്കോട്ടെ കാറ്റായിക്കോട്ടെ, പൂർണ്ണമായി മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ അതേപോലെ തന്നെ ഈ പോങ്ങുമൂട് ഭാഗത്തൊക്കെ നമ്മൾ കണ്ടതാണ്, റോഡ് സൈഡിലൊക്കെ ധാരാളം മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ രാഹുൽ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ പറയുന്ന ദേശീയപാത റോഡുകൾ, സ്റ്റേറ്റ് ഹൈവേകളൊപ്പം റെയിൽവേ പാതകളിലൊക്കെ ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെയിൽവേ ഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെട്ടിരുന്നു. മരം റെയിൽവേ പാളത്തിലേക്ക് വീഴുന്ന തരത്തിലേക്ക് ഗുരുതരമായ സ്ഥിതി ഉണ്ടായിരുന്നു. അത് പല ജില്ലകളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ മരങ്ങൾ ഇത്തരത്തിലുള്ള പരാതി വ്യാപകമായി ഉണ്ട്. അപ്പോൾ അത് കൃത്യമായി കണ്ടെത്തി ആ മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ഉള്ള പ്രവർത്തനമാകും രണ്ടാം ഘട്ടമായി ചെയ്യുക. കാരണം ആദ്യം അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നുള്ളത് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് KCBക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നീട് ഈ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർ ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള പരിശോധന നടത്തും. എന്തായാലും അതിനുള്ള ഒരു ഇടവേളയായിട്ട് ഇത് കരുതാമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ മഴ പൂർണ്ണമായി മാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ശരി രാഹുൽ, തിരുവനന്തപുരം ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ മഴ ശക്തമായി പെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നേരിയൊരു ശമനം മഴയ്ക്കുണ്ട്. ഇനി ഈ കടപുഴകി വീണ മരങ്ങളും മറ്റുമൊക്കെ വെട്ടി നിൽക്കാനുള്ള പ്രവൃത്തിയും തുടങ്ങിയിട്ടുണ്ട്.